വികാസമേലായിട്ട് പൊക്കണത് വാതിൽ വികാസമേലാണ് പൊക്കണത്. ചങ്ങായിമാരെ നമ്മളെ സിറ്റ് ഔട്ടിന് ഇന്നോവേഷൻ ഒന്നാം പാർട്ട് അങ്ങനെ ഉണ്ട്, ഫുൾ സെറ്റല്ലേ. ഞങ്ങൾ ഫസ്റ്റ് ദിവസം പണിക്കുന്ന സമയത്ത് തന്നെ ഇവിടെ ഏകദേശം കൊത്തിപ്പൊളിപ്പണി അടക്കം 90% ഇവിടെ പണി തീർത്തിട്ടുണ്ടേനു. പിന്നെ ഇനി ഇവിടെ വരാനുള്ള മെയിൻ ഹൈലൈറ്റ് വാൾ എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിൽ വരുന്ന വാളട്ടോ. ഇവിടെ 3 വരി പടുത്തിട്ട് ഇവിടെ ഒറ്റക്കല്ലിൻ്റെ ഒരു കോൺക്രീറ്റ് ജനവാതിൽ ഈ മൂലക്കലും പിന്നെ ഇവിടെ 2 പറകോളിയും വേണമല്ലോ. പിന്നെ ഇവിടുന്ന് ഊരിയെടുത്ത മെയിൻ ഡോറാണ് ഈ കാണുന്ന മരത്തിൻ്റെ. ഈ മരത്തിൻ്റെ മെയിൻ ഡോർ ഇവിടേക്ക് വെക്കണതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ചുമരുമ്മൽ പിന്തലക്കും വേണ്ടി 2 ഓട്ട കുത്തണം. അത് വെക്കണതിൻ്റെ സെറ്റപ്പ് ഒന്നും മാത്രമല്ല, പണി ഇങ്ങനെ എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ ക്ലൈൻറ്റിന് ഓരോ ആഗ്രഹങ്ങൾ വന്നുകൊണ്ടിരിക്കുക. അപ്പം ഇത് വീടിൻ്റെ ഫ്രണ്ട് ഏരിയ അല്ലേ, അപ്പോൾ ഇത് ലുക്ക് കൂടാൻ വേണ്ടിയിട്ട് മൂപ്പർക്ക് ഇതാ ഈ സ്ലേവിൻ്റെ വക്ക് ചേർത്തിട്ട് ഈ മൂലക്കലും ആ മൂലക്കലും 4 ബ്ലോക്കിൻ്റെ ഒറ്റക്കല്ലിൻ്റെ ഒരു ഷോവാളും പാടെ വെച്ച് അങ്ങനെ ഉണ്ടാവുമെന്നാണ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും പാടെ വെക്കണതിൻ്റെ എല്ലാ അടിച്ചുപൊളി വിഷ്വൽസുമായിട്ട് ഇന്നത്തെ വീഡിയോ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ഉറപ്പുള്ള സ്ഥലമായതുകൊണ്ട് ഒരൊറ്റ ചെങ്കല്ല് മതി ഫൗണ്ടേഷന്, സംഭവം സെറ്റ്. നേരെ മണ്ണിടുക തണ്ണി വെക്കുക. അപ്പം എന്തായി സംഭവം പക്കാ സെറ്റാവും. ഷോവാള് ഓരോ സൈറ്റിൽ ഓരോ ഐഡിയക്ക് അനുസരിച്ച് കേട്ടോ. ഇനി ഇവിടുത്തെ പറഞ്ഞുതരാം. ഇവിടെ ഒറ്റക്കല്ലിൻ്റെ ഷോവാളല്ലേ, ഇതിൻ്റെ ഫ്രണ്ട് സൈഡിൻ്റെ തേപ്പ് കനം കിട്ടാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്താൽ മതി, അവിടെ നോക്കിയാൽ മതി, അത് ഓക്കെ. പക്ഷേ ഈ സൈഡ് ഉണ്ടല്ലോ ഇവിടെ തേച്ചുകൊണ്ടാണ്. ഇനി തേപ്പില്ല എന്നുണ്ടെങ്കിൽ ആ തേപ്പ് ഇല്ലാത്തതുകൊണ്ട് അവിടെ നൂലുമാരി കറക്റ്റാക്കിയിട്ട് ഇത് പഠിക്കുക. ഇവിടെ തേപ്പ് ഉണ്ടായ സ്ഥിതിക്ക് എന്ത് ചെയ്യുന്നറിയോ, ഒരു നീളമുള്ള കോൽ ഇങ്ങനെ വെക്കുക. കാരണം തറ കുറച്ച് ചാടി നിൽക്കണത്. ഇവിടെ നീളമുള്ള കോൽ ഇങ്ങനെ വെച്ചിട്ട് എന്ത് ചെയ്യുന്നറിയോ, നമ്മൾ ഈ ഫസ്റ്റ് വെച്ച കട്ടമ്മ തന്നെ ഈ തേപ്പിൻ്റെ കനം കാണണം. കണ്ടോ, ഒരു വിരലിൻ്റെ കനം കൊടുത്തിട്ടുണ്ട്. ഇവിടെ സെറ്റായി. ഇനി എന്ത് ചെയ്താൽ മതി, അവിടെ തൂക്കിയാ, അവിടെ തൂക്ക്, ഞാൻ പറഞ്ഞുതരാം. അവിടെ തൂക്ക്, കുറച്ച് മതിച്ചാ, കുറച്ചും പാടെ താത്ത് അതിൽ കട്ടെ. ഇപ്പം കണ്ടോ, 1 സെൻറ്റ് എവിടെയും തേപ്പിന് കനം കൊടുത്ത്. ഇനി ഈ കട്ടൻ്റെ ഈ സൈഡും തൂക്കി കറക്റ്റാക്കിയിട്ട് ഒന്നും പാടെ ഇതേപോലെ നോക്കുക. തേപ്പനുണ്ടെങ്കിൽ ഇതിന് തൂക്കി ഇങ്ങനെ കൊണ്ടുപോയിക്കുകയാണെങ്കിൽ നമുക്ക് തേപ്പ് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ കറക്റ്റ് മുട്ടും. അതേപോലെ തന്നെ ഈ തേപ്പ് എന്ത് ചെയ്യും, ഇവിടെയും കിട്ടും. പിടിച്ചിട്ട് ഇതാ കറക്റ്റായിട്ട് വെക്കുക, തൂക്കുക, മറി നോക്കുക, സെറ്റാക്കുക, റെഡി. ഈ റിനോവേഷൻ വർക്ക് നടക്കുന്ന സൈറ്റുകളിൽ മെയിൻ ആവശ്യമുള്ള 2 ഉപകരണമാണ് ഈ കാണുന്നത്. എങ്ങോട്ടൊക്കെയാണ് വർക്കിംഗ് ആണ്, അതേപോലെ ഇതും വർക്കിംഗ് ആണ്. ഇനി ചെറുതുകൊണ്ട് എന്താ ചെയ്യണമെന്ന് അറിയോ, ഈ കാണുന്ന ഏരിയ ഇപ്പോൾ ചുമര് ഫുള്ള് കറക്റ്റ് ഇങ്ങനെ തേച്ച് മിനുക്കച്ചിക്കല്ലേ, ഇതുകൊണ്ട് വരടുക. അങ്ങോട്ട് ഈ മെഷീൻ കൊണ്ടുണ്ടല്ലോ ഒരുപാട് ഉപകാരമായി. ചുമരിന് വരടാ ഒക്കെ നമ്മളിങ്ങനെ വരും വീഡിയോയിൽ കാണിച്ചല്ലോ. ബ്ലേഡ് മാറ്റിക്കാനൊക്കെ കമ്പി കട്ട് ചെയ്യാനൊക്കെ പറ്റിട്ടോ. ഇനി ഉണ്ടല്ലോ ഇതിപ്പോൾ ഈ ഷോവാൾ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഒരു തേച്ച ചുമരുമ്പിലാണ് മുട്ടിക്കുന്നത്. അപ്പോൾ നമ്മളിതിൻ്റെ ഒരു 5 വരി പടുത്ത് കഴിഞ്ഞാൽ ചില ആൾക്കാർ എന്ത് ചെയ്യും, ഒരു ബീം കൊടുക്കലൊക്കെ ഉണ്ട്, ഒരു ലിൻഡിൽ കൊടുക്കും. പക്ഷേ ഇവിടെ അതൊന്നും കൊടുക്കണില്ല. അപ്പം കുറച്ച് കാലം കഴിഞ്ഞാൽ ഇവിടെ ഒരു ക്രാക്ക് ഇങ്ങനെ വരും, അല്ലെങ്കിൽ ഈ കെട്ട് അങ്ങോട്ട് തൂങ്ങിപ്പോവും. അതൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടി ഞങ്ങൾ ചെയ്യണമെന്ന് വെച്ചാൽ ഓരോ കല്ലിൻ്റെ ഇടയിൽ ഇവിടെ കമ്പി കയറ്റുണ്ട്. അപ്പോൾ ഈ കമ്പി ചുമരിൻ്റെ ഉള്ളിലേക്ക് കയറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ബ്ലേഡ് ഈ മെഷീൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതാ 1 ഇഞ്ച് പോലും ഉള്ളിലേക്ക് പോവില്ല. അപ്പോൾ അതുകൊണ്ട് അതിനും വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാം, ഈ മെഷീനാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഇതിങ്ങനെയാണ് പിടിക്കുക, ശ്രദ്ധിക്കണം, നല്ല ശ്രദ്ധിച്ചിട്ടേ പണിക്കാൻ പാടുള്ളൂ. ഇടയ്ക്ക് ആണ്ടില്ലേ, ഇതിപ്പോൾ ഇവിടെ വരട്ടേൻ്റെ ശേഷം നോക്കിയാൽ ഒരു വരട്ടേൻ്റെ ശേഷം ഒരു കട്ട അങ്ങോട്ട് പൊടിഞ്ഞു പോകുന്നു. ഇടയ്ക്കാ ഉള്ളിൽ നിന്ന് കിട്ടിയ കട്ടുണ്ട് ബ്രെഡ് മാതിരി. അതിൻ്റെ ഉള്ളിൽ ഈ കമ്പി കഷ്ണം കയറ്റി വെച്ചെന്ന് മാത്രമല്ല, ഇനി എന്തൊക്കെ ചെയ്യണമെന്ന് അറിയോ, കമ്പി പോടായി നേരെ ചുമരുമ്പോൾ വെള്ളം നനച്ചിട്ട് എന്ത് ചെയ്യുന്നറിയോ, ഇതാ സിമെൻറ്റിൻ്റെ ഗ്രൗട്ട് പേസ്റ്റ് എടുക്കും. ഈ ഗ്രൗട്ട് പേസ്റ്റ് എന്ത് ചെയ്യും, ഈ ഓട്ടയിലൊക്കെ തേക്കും. ഇതാ ഈ ഓട്ടയിൽ നല്ല തേച്ചതിൻ്റെ പോരാത്തതിന് നമ്മളെന്ത് ചെയ്യും, ഈ കമ്പി വെച്ച ഓട്ടനുള്ളിൽ ഈ ഗ്രൗട്ട് പേസ്റ്റ് നിറയ്ക്കും. ഉണ്ടോ, നല്ല അങ്ങോട്ട് കുത്തി നിറയ്ക്കും, അതിൻ്റെ കൂടെ കുമ്മായം നിറയ്ക്കും. അത് രണ്ടും പാടെ സെറ്റ് ആകുമ്പം ഒരു ക്രാക്ക് ഉണ്ടാവില്ല. ഇനി ഇവിടെ സിമെൻറ്റ് പരത്തിയിട്ട് 3-ാം കട്ട, ഒരു കട്ടകോട് എന്തൊക്കെ ചെയ്യണടാ. ഇങ്ങനെ ഉണ്ട് വെക്കുക, ഇങ്ങനെ ഉണ്ട് വെച്ചിട്ട് നേരെ എന്ത് ചെയ്യുന്നല്ലോ, സെറ്റ് ഇറക്കി. അയ്യോ ഇതെന്താ കുഴപ്പമെന്ന് വെച്ചിട്ടാണെങ്കിലും കേട്ടോ, ഇവിടെ പീസ് അടിച്ചാലുണ്ടല്ലോ എത്രത്തോളം കയറിക്ക് നോക്കിയാൽ ഇത് ഞങ്ങൾ ഊരിയ സമയത്ത് ഇങ്ങനെ തന്നെ ഇട്ടതാ. ഇവിടെ ഉണ്ട് അതേപോലെ. ഇതൊക്കെ വന്നിക്കുകയാണെങ്കിൽ ഇനി ഇവിടെ വെക്കുമ്പോൾ ബോറായി പോകും. അപ്പം കാരണമല്ലേ നിങ്ങളെ ഒഴിവിനനുസരിച്ച് ഇതങ്ങോട്ട് കട്ട് ചെയ്താളി. ഞങ്ങളിങ്ങനെ പണിയെടുത്ത് കൊടുക്കുക, എല്ലാവർക്കും പണി. ഈ വാതിൽക്കട്ടിൽ വരുന്ന നേരെ ഈ തേച്ച ചുമരുമ്പലാണ്. അപ്പൊ എന്താ ഉണ്ടാവുക, മരത്തിന്റെ സാധനല്ലേ, 4 ഇഞ്ച് കനുണ്ട്,
ഇതിപ്പോ നേരെ തേച്ച ചുമരുമ്പിൽ നേരെ വെച്ചാൽ ഇതേപോലെ ഉണ്ടാവും. അപ്പൊ ഈ കുറച്ച് കാലം കഴിഞ്ഞാൽ ഇതിനെന്ത് ഉണ്ടാവും, ക്ലാമ്പ് അടിച്ചാൽ പോലും സെന്ററിലൊക്കെ ചിലപ്പോൾ ഒരു ബെൻഡ് വരും, തള്ളലൊക്കെ വരും. അപ്പൊ ഇവിടെ ഇങ്ങനെ ഗ്യാപ്പായിട്ട് വരും. അപ്പൊ അത് വെക്കുന്ന ആ വൃത്തി കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയോ, നമ്മൾ അതിന്റെ തൂക്കം കറക്റ്റ് മനസ്സിലാക്കിയിട്ട് അവിടെ വരച്ചിട്ട് ഇതുമത്തെ തേപ്പ് മാത്രം കട്ട് ചെയ്തിട്ട് ഇത് നേരെ ഗ്രൗട്ട് വെച്ചുകൊണ്ട് ഉള്ളിൽ അടുപ്പിച്ച് വെച്ചിരിക്കുകയാണെങ്കിൽ ഈ ഏരിയ ഇതിൻ്റെ ഉള്ളിലും പോവും, അപ്പുറത്തെ ഏരിയ പുതിയ പടവിനുള്ളിലും പോവും. അതാണ് ഏറ്റവും നല്ലത്. നിങ്ങൾ മലയാളം കുറിച്ചാലും പോയില്ല, ഇതൊക്കെ ഒരു ടെക്നിക്ക്. ഇതേ ഇവിടെ ചുമര് വന്നു കഴിഞ്ഞാല് പിന്നെ ഒരു വാതിൽപ്പാടെ വെക്കാണ്ട് ഉള്ളിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ള സ്ഥിതിക്ക് ഇങ്ങനെ കൊണ്ടുപോകട്ടോ. ഈ മെഷീനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു 6000-7000 രൂപ എടുത്താൽ ഇതേപോലത്തെ പല കമ്പനി സാധനം കിട്ടും. പക്ഷെ ഉണ്ടല്ലോ ഡെയിലി 2 ആളെ പണി എടുക്കും മെഷീൻ, 2 ആളെ പണി. ഈ സൈറ്റിലുണ്ടല്ലോ, ഈ സൈറ്റിലെ സകല ഗുലാബി പണികൾ എടുക്കുന്നത് ആൾക്കാർ കുറവാണ്. ഇവിടെ ഫുള്ള് മെഷീനാ. എത്രമാതിരി സാധനം അറിയാം. ഇവിടെ 3 പേര് പഠിച്ചിട്ടുള്ളൂ. പ്രൊഡക്ഷൻ അത് ബാക്കി അതിന് വേണ്ട. കാരണം എന്താ അറിയോ, ഒറ്റ തേപ്പ് ആയിക്കോട്ടെ, 1 ഇഞ്ചാണ് 1 ഇഞ്ച് ഉള്ളിൽ കിട്ടിക്കോട്ടെ. അപ്പൊ ഇവിടെ എന്താക്കിയെന്നറിയോ, ഈ ചുമരുമ്പോ തേപ്പ് ഉണ്ടേനല്ലോ, ഇവിടെ തേപ്പാൻ ഇടുന്ന കോളത്തിൽ ഇവിടെ തെറ്റാക്കി ആ ലെവലാണ് പോണത്. ഇനി വാതിലോപ്പ് അയ്യോ. ആ ഇനി വല്ല നോക്കിയാ മുമ്പൊക്കെ ക്രോസ് ആക്കി വെച്ചാ. ആ വാതിൽ 2.5 ഉള്ളൂ, നമ്മളെ ഏരി 2.10 ഉണ്ട്, 5 സെന്റ് ലൂസ് ഉണ്ടാവും. അത് അടിയിൽ ടൈൽസിനോട് പോയിക്കോളും. ഇവ പിന്തലാണ് ഒന്ന് ലൂസാക്കി പിന്തലാക്കോട്ടെ. ആ പോന്നേ വിക്കാസമലായിട്ട് പൊക്കണത്, വാതിൽ വിക്കാസമലാണ് പൊക്കണത്. ചവിട്ടി പിടിക്കുക. ആ കാരണം വരെ എവിടെ നോക്കിട്ടാ. ആ അപ്പൊ ഇത് ലൂസാണെങ്കിൽ കുറച്ച് വലിപ്പമുള്ള വെക്കുക. എന്താ വെച്ച് ഏശായി. ഇതിൽ കറക്റ്റ് ഒന്ന് ക്ലാമ്പ് അടിച്ചാ. വാതിലിന് ക്ലാമ്പ് നിർബന്ധം കേട്ടോ, അല്ല പണി പാളും, ബെൻഡാവും. ആ പോയി ആണി പുറത്ത് പോക്കണ പരിപാടിയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കണത്. അടി അടി. വാതിൽ കറക്റ്റായിട്ട് ഇതിൻ്റെ മുകളിൽ കയറ്റി വെച്ച് ക്ലാമ്പ് അടിച്ച് ഫുൾ സെറ്റ് ആയിട്ടുണ്ട്. പക്ഷേ ആ വാതിലിൻ്റെ 90 ഡിഗ്രി സെറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. അതിൻ്റെ മെയിൻ കാര്യം എന്താ വെച്ചാൽ ഇതിൻ്റെ ബാക്കത്തെ ചുമരുമൊന്നും കറക്റ്റ് അളവെടുക്കാൻ പറ്റണില്ല, കാരണം ഒക്കെ മൊയ്ച്ച് കെടുക്കുകയാണ്. അപ്പോൾ അത് ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളിപ്പോൾ പുതിയ കെട്ടി ചുമരിൻ്റെ അടിയിൽ ഒരു ആണിമേൽ നൂല് കെട്ടി നേരെ അങ്ങോട്ട് നീട്ടം കെട്ടി. ഇതിപ്പോൾ എന്താ ഒരു സ്ട്രെയിറ്റ് വാളായി മാറി. ഇനി ഇതുമെന്ന് എന്ത് ചെയ്യുന്നറിയോ, ഇതുമെന്നും അയിമെന്നും ഒരേ അളവ് ഏകദേശം വെച്ചിട്ട് അത് തൂക്കി റെഡിയാക്കിയാൽ പിന്നെ നമ്മളൊന്നും സംശയിക്കേണ്ട ആവശ്യമില്ല. മറ്റെന്താ അറിയോ, ഈ പുതിയ ചുമരുണ്ടല്ലോ, നമ്മൾ ആ ചുമരിൻ്റെ അളവെടുത്താൽ എന്താവും, കോങ്കുത്തയക്കും ഈ ചുമരിൻ്റെ കൂട്ടുമ്പോൾ. അപ്പോൾ ഏറ്റവും നല്ല എന്താണ് ഈ ചുമരുമ്പലാണ് കൊണ്ടുപോവുക. അതാണ് കറക്റ്റ്. ഈ നൂൽമന്ന് 2 ഭാഗത്തേക്കും കറക്റ്റ് 68 സെൻറ്റ് വെച്ചിട്ടുണ്ട്. ഇനി എന്ത് ചെയ്താൽ മതി, മുകളിൽ മാത്രം അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാവുള്ളൂ. അതിനാണ് നമ്മൾ തൂക്കുണ്ട വെക്കണത്. എന്താ തൂക്കുണ്ട വെച്ച് ആ നോക്കിയാ. പൂട്ടിക്കുക വെല്ല പൂട്ട്. എടാ മറ്റേ സാധനം ലൈറ്റ് അയ്യോ. ആ പൂട്ട് വെല്ല അയ്യോ വെല്ലേ. അതേമാതിരി മറ്റേ ഫസ്റ്റ് വെക്ക് വെല്ലേ. ഇനി കുറ്റിട്ടാ. അഞ്ഞ അതേമാതിരി ഒന്നും കൂടെ തുറന്നാ. ഇവിടെ ഇപ്പൊ ഗ്യാപ്പൊക്കെ ഒരേ മാതിരി കേട്ടോ, ഇവിടെ ഗ്യാപ്പേ ഒരേ മാതിരിയാണെന്ന് പറയാ. കളിയാട്ടോ വരുന്നേ, കളിയാട്ടം. എല്ലാം കാര്യത്തില് അത് മതിയാവും. വാ സെറ്റ് ഇട്ടോ. ഇവിടെ നല്ല തേപ്പനുണ്ട്. ഇവിടെ തന്നെ പൊളിച്ചാല് നമുക്കങ്ങനെ മുട്ടിയാൽ മതി, അല്ലെങ്കിൽ ഇതന്നെ പൊളിച്ച് റെഡിയായി കൊടുക്കാലോ.
ഈ സൈഡില് നമ്മൾ 6-8 കട്ട 8 ഇഞ്ച് വീതിയിലാണ് പഠിത്തത്. അപ്പൊ അതുകൊണ്ട് തന്നെ പറകോളിന്റെ കാല് അതായത് ഫില്ലർ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ 6 വീതി വന്നിട്ടുള്ളൂ. ഓക്കെ, മറ്റേതൊക്കെ കൊടുത്താൽ ഇവിടെ സ്റ്റെപ്പ് വരുമല്ലോ. പക്ഷെ നേരെ മറിച്ച് ഇനി നമ്മൾ പറകോള വെക്കാൻ വേണ്ടി പോണ ഈ ഫ്രണ്ട് ഏരിയ എന്ന് പറഞ്ഞാല് 6 പഠിത്തത്. എന്തുകൊണ്ടാ വെച്ചാൽ നമുക്ക് മാക്സിമം അവിടെ സ്പേസ് കിട്ടിക്കോട്ടെ വെച്ചിട്ട്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളെ ഗ്രില്ല്. ഈ ഗ്രില്ലിന്റെ തോതാണ് ഇപ്പൊ കാണുന്നത്. അപ്പൊ എന്താണെന്ന് അറിയോ, ഇവിടെ പഠിക്കുന്നതിന് മുമ്പ് ആദ്യം ഈ തോതൊന്ന് വെച്ച് കണ്ട് കട്ട വെച്ച് റെഡിയാക്കി നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഐഡിയ കിട്ടും കേട്ടോ. അവിടെ തോത് വെച്ച് ഒരു കട്ട വെച്ച് ഇനി എന്ത് ചെയ്യാ, ഒരു കട്ടച്ച് വെക്കുക. മറ്റേ ജനാലൊക്കെ ഒരു പിടുത്തമാണല്ലോ എന്തായാലും. അപ്പൊ ഇത് 2 എന്തിനാ വെച്ച് നോക്കണെന്നറിയോ, ഇനി 3ാമത്തെ സംഭവം വരുന്നതാ ഒരു കട്ട കറക്റ്റ് ഇതിൽ പോവും. അത് എന്തിനാന്നുള്ളത് ആദ്യം പറഞ്ഞുതരാം. മറ്റെന്താ ഇത് കറക്റ്റ് ആയിരിക്കും. അങ്ങനെ കൊണ്ടുപോയാ പോരെ. ഞാൻ എന്തിനാന്ന് ഇത് പറഞ്ഞെന്ന് അറിയോ, നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു അരക്കട്ടിയും പാടെ കൂട്ടിയിട്ട് എൽ ഷേപ്പ് ആക്കിയിട്ട് അതിന്റെ ശേഷം ഈ 3 പറകോളം വെക്കണം എന്നുള്ളതാണ്. 2 ആക്കണ്ടല്ലോ, 3 നിർബന്ധമായിട്ട് വേണ്ടേ. എന്നാ പിന്നെ എന്ത് ചെയ്യണ്ട, ഇവിടെ ഈ ചുമര് ഇങ്ങനെ തന്നെ പൊന്തിക്കോട്ടെ, ഇതിങ്ങനെ പൊന്തിക്കോട്ടെ. അപ്പം പട്ടവ് ഉണ്ടോ, മരുന്നാണ്ട് തേമ്പിട്ട് അങ്ങോട്ട് വെട്ടി അങ്ങോട്ട് വെക്കാണ്. വരട്ടെ 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 വരട്ടെ. ഓ പാക്കണം 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 പാക്കണം. അയ്യവാ സെറ്റ് കേട്ടോ, സെറ്റ്. ഈ കോൺക്രീറ്റ് ഇങ്ങനെ സ്ലോപ്പ് ആക്കി ഇടണോ ഫ്ലാറ്റ് ആക്കി ഇടണോ? ഫ്ലാറ്റ് പോരെ. എന്താ പറയാൻ കാരണം എന്താ അറിയോ, ഇതിപ്പോ ഇതിന്റെ പണി കഴിഞ്ഞ് തേപ്പ് കഴിഞ്ഞാൽ അപ്പം തന്നെ ഇതിന്റെ അവിടെ ഷീറ്റ് ഇടൂലേ വെള്ളം തെറിക്കാതെക്കാന്. അപ്പൊ പിന്നെ ഫ്ലാറ്റ് മതിട്ടോ. ഓക്കെ ഓക്കെ, മൂലക്കൽ മാത്രം കോലക്ക്. അതാ വരച്ചെടുത്താ ഇങ്ങോട്ട് പോന്നോട്ടെ, ഇങ്ങോട്ട് പോന്നോട്ടെ, ഇങ്ങോട്ട് പോന്നോട്ടെ, ഇങ്ങോട്ട് പോന്നോട്ടെ, ഇങ്ങോട്ട് പോന്നോട്ടെ, ഇങ്ങോട്ട് പോന്നോട്ടെ. ഇവിടുത്തെ റിനോവേഷൻ വർക്കിന്റെ സ്ട്രക്ചർ ഫുള്ള് സെറ്റ് ആയിട്ടുണ്ട്. ഇതായിരുന്നു വീടിന്റെ ആദ്യത്തെ സിറ്റ് ഔട്ട്. ഓക്കെ, ഈ ഒരു ചുമര് ഫുള്ളായിട്ടുണ്ട് ഇതുവരെ. ഇത് ക്ലൈൻറ്റിന് പാസേജ് മൂപ്പര് പറഞ്ഞ അളവിൽ നമ്മൾ എന്താക്കി കറക്റ്റ് കട്ട് ചെയ്ത് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി തേച്ചാൽ മാത്രം മതി. പിന്നെ ഇവിടെ ഒരു കോൺക്രീറ്റിൻ്റെ വാതിൽ പുതിയത് വെച്ചാട്ടോ. ഈ കാണുന്ന റൂം എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ വീടിൻ്റെ ഫസ്റ്റത്തെ ലിവിങ് റൂമാണ്. ഒരാൾ വരികയാണെങ്കിൽ സിറ്റ് ഔട്ടിൽ നിന്ന് നേരെ ഈ മെയിൻ ഡോർ കൂടെ ഈ ലിവിങ് റൂമിൽ വന്നിട്ട് ഇവിടെ ഇരിക്കാമായിരുന്നു. ഇപ്പം എന്തായെന്ന് അറിയോ, ഈ ലിവിങ് റൂം ബെഡ്റൂമാക്കി മാറ്റി. പിന്നെ ഇവിടെ ഷോക്കേസ് കാണാൻ പറ്റും, കണ്ടില്ലേ. ഇപ്പം എന്താ സംഭവിച്ചാൽ ഈ റൂം ബെഡ്റൂമാക്കിയ സ്ഥിതിക്ക് ഇതിൻ്റെ വാതിൽ ഇപ്പോൾ സെൻറ്ററിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ വാതിലിൻ്റെ പൊളി ഇപ്പോൾ ഫുള്ളായിട്ട് അടയില്ല. അപ്പം ഈ ഒരു സാധനം ഇവിടുന്ന് ഒഴിവാക്കുകയാണെങ്കിൽ ഈ വാതിൽ ആ മൂലയ്ക്ക് നീക്കി വെച്ചിരിക്കുകയാണെങ്കിൽ പൊളി കറക്റ്റ് നമുക്ക് ചുമരിലേക്ക് വെക്കാൻ പറ്റും. അതൊക്കെ ചെയ്യാനുള്ള ഒരുപാട് ഓപ്ഷൻ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ക്ലൈൻറ്റ് പറഞ്ഞു വെച്ചാൽ ഇതൊന്നും പൊളിക്കണ്ട, മൂപ്പർ ഇഷ്ടപ്രകാരമാണ് ഇത് വാതിൽ സെൻറ്ററിൽ വെച്ച് കൊടുത്തു. ഞാൻ മൂപ്പർക്ക് എന്ന് വേണമെങ്കിലും ഇങ്ങോട്ട് ആക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, എല്ലാത്തിനും നമ്മുടെ സൊല്യൂഷൻ ഉണ്ട്. പിന്നെ അതിൻ്റെ അരിപ്പടി വയ്ക്കുക. ടൈൽസിൽ ടൈൽസ് പറഞ്ഞ സമയത്ത് ഇവിടെ കറക്റ്റ് മുറിക്കും. അപ്പോൾ ആ കോലത്തിൽ എന്തൊക്കെ ഭൂമിയിലേക്ക് കുറച്ച് പൊളിച്ച് താത്തി വെച്ചിരിക്കുകയാണ്. അതൊക്കെ സെറ്റ്. ഇങ്ങോട്ട് വാ, ഇവിടുത്തെ സെറ്റപ്പ് വയ്ക്കുക. മെയിൻ ഡോറിൻ്റെ സെറ്റപ്പ് ഉണ്ടോ, മെയിൻ ഡോറിൻ്റെ ടോപ്പ് വയ്ക്കുക. കണ്ടോ, ടോപ്പിലെ സീലിങ്ങിൻ്റെ തേപ്പ് കുറച്ചുണ്ട് അടർത്തിയിട്ട് കറക്റ്റ് എന്താക്കി അതിലേക്ക് മുട്ടിച്ച് വെച്ചിരിക്കുകയാണ്. ഇനി ഇവിടെ ഈ കൂട്ടി തേക്കുമ്പോൾ ഈ കാര ഇതിനുള്ളിൽ മറിഞ്ഞു പോകും. എന്ത് അതേപോലെ തന്നെ ഇവിടെ കണ്ടോ, ഇവിടെയൊക്കെ വാതിലിൻ്റെ ഈ സാധനം ഇതിൻ്റെ കറക്റ്റ് ചുമരിനുള്ളിൽ കൊടുക്കാൻ വേണ്ടി ഇവിടെയൊക്കെ ചുമര് കീറിയിരിക്കുകയാണ്. സെറ്റ് തേപ്പ് തന്നെ ഉണ്ടോ, ഈ ചുമര് ഇങ്ങനെ ഉണ്ട് പോകും. പിന്നെ പറകോള ഫുള്ള് സെറ്റാണ്. ക്ലൈൻറ്റ് ഇവിടെ നമുക്ക് അളവിന് തന്ന ഗ്രില്ലിൻ്റെ കറക്റ്റ് അളവ് തന്നെ വെച്ചു. ഒറ്റക്കാളി ജനവാല വെച്ചു. അതേപോലെ ഈ സൈഡിൽ ഫസ്റ്റ് ഏകദേശം പറകാള ഈ ഹൈറ്റ് ഉണ്ടായിരുന്നു, അത് കുറച്ച് ഹൈറ്റ് കുറച്ച് ഒരു കല്ലുംപാടത്തിൻ്റെ ഇടയിൽ വെച്ച് കൊടുത്തിട്ടാണ് മൂപ്പർ പറഞ്ഞ പോലെ തന്നെ ദമ്മുക. പിന്നെ ഇതായിരുന്നു വീടിൻ്റെ ഫസ്റ്റിലെ മെയിൻ ഹൈലൈറ്റ് വാള്. ഇവിടെ 3 പറകോളുണ്ടായിരുന്നു. ആ പറകോളം നമ്മൾ എന്താ ജോയിൻ്റ് അടിക്കേണ്ട വെച്ചിട്ട് ഒക്കെ പൊളിച്ചിട്ട് കണ്ട് മൊത്തം ഒറ്റ തേപ്പാക്കി. ഇനി ഇടച്ചോമനായിട്ട് പൊളിക്കുന്ന ഈ തേപ്പൊക്കെ പൊളിച്ചിട്ട് ഇതൊരു ഫുൾ തേപ്പ് തേക്കും. ഇത് പറകോള കൊടുത്ത സൈഡാണ്. 3 കല്ലിൻ്റെ ഹൈറ്റ് ഉണ്ടായിരുന്നു, ഒരു കല്ല് കുറച്ച് ഷോർട്ടാക്കിയതാണ്. ഇവിടെ 2 ഫില്ലറുണ്ട് ഡിസ്റ്റിക്കുണ്ട്, അതിൻ്റെ ഇടയിൽ പടകം മുറുക്കിക്കാണ്. ഈ കാണുന്നത് ഷോവാള് 4 ഇഞ്ചിൻ്റെ ബ്ലോക്കാട്ടോ, ഒറ്റക്കല്ല് നീളത്തിൽ വെച്ചിട്ടുണ്ട്. ഒരു ഷോവാൾ അവിടെയും കാണാൻ പറ്റും. ഇനി ഫുള്ള് ഡിസൈൻ വരുന്ന എപ്പോഴാണ് വെച്ചാൽ തേപ്പിലാട്ടോ. കുറച്ച് പണിയിൽ വീടിൻ്റെ മുഖച്ചായം കൂടുതലായിട്ട് മാറിയിട്ടുണ്ട്. ശരിക്കും ഇവിടെ എന്താ സംഭവിച്ചെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ വീടിൻ്റെ പഴയ സിറ്റ് ഔട്ട് ഇപ്പോൾ എന്താ ലിവിങ് റൂമായി മാറി. ഇവിടെ ആണെങ്കിൽ സോഫ ഇടുക, പഴയ ലിവിങ് റൂം ഒരു ബെഡ്റൂമായി മാറിയിട്ടുണ്ട്. പല ആൾക്കാർക്ക് ഇതേപോലത്തെ ഒരുപാട് പണികൾ ചെയ്യാണ്ട്. അങ്ങനത്തെ ഇത് കാണുമ്പോൾ ഒരു ആശ്വാസം, നമ്മളെ വീട്ടിൽ ഇതേപോലെയൊക്കെ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. ഇനി എന്തൊക്കെ പരിപാടികൾ കാണാൻ കിടക്കണത്, വെറൈറ്റി വീഡിയോകളുമായിട്ട് ഇനിയും വന്നുകൊണ്ടേയിരിക്കും.